ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി കോമേഴ്സ് കോൺസെപ്റ്റ്സ് ബൈ അജിസ ഫെബിൻഷ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്തെങ്കിലും കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നതിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ തടസ്സപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതായത് മിക്ക ആളുകൾ അനുഭവിക്കുന്ന ഒരു സാധാരണയായിട്ടുള്ള ഒരു ചാലഞ്ചാണ് അലസത, മടി എന്നൊക്കെ പറയുന്നത്. മടിയനായിരിക്കുകയും ചെയ്യേണ്ട ജോലികളെല്ലാം നമ്മൾ നീട്ടിവെക്കുകയും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരു വസ്തുത അല്ലെങ്കിൽ ഒരു ദോഷവും ഇല്ല എന്നാണ് ആളുകൾ വിചാരിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഇത് പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ എനിക്കൊരു കാര്യം ചെയ്ത് തീർക്കാനുണ്ട്, എന്നാൽ ഞാനതിപ്പോൾ ചെയ്യുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പല കാര്യങ്ങളും, നമ്മുടെ ലൈഫിലെ പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് വെക്കാറുണ്ട്. അതിന് പല കാരണങ്ങളും ഉണ്ടാവും കേട്ടോ. ഇപ്പം നമ്മൾക്ക് ശാരീരികമായിട്ട് നമ്മൾ വല്ല സുഖമില്ലായ്മയിലായിരിക്കാം, അല്ലെങ്കിൽ അതിനുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റാത്തത് കൊണ്ടാകാം, നമ്മുടെ ശ്രദ്ധ ഡിസ്റ്റർബ്ഡ് ആയിട്ട് വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് പോയതുകൊണ്ടാകാം. ഇതൊക്കെ ആകാം നമ്മൾ ആ ഒരു ലേസിനെസ്സിലേക്ക് പോകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. പക്ഷേ ആളുകൾ ഇതിനെക്കുറിച്ച് ഒരു സ്ഥിരത, ഒരു എന്താണിത് സംഭവം എന്നുള്ള ഒരു ചിന്ത നമ്മൾ പുലർത്തുകയാണെങ്കിൽ അത് നമുക്ക് ഒരു പരിധി വരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ലേസിനെസ് എന്തോരം നമ്മുടെ ഗോള് നേടിയെടുക്കുന്നതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് പോണതിൽ നിന്ന് ഒത്തിരി പിടിച്ചു വെക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ ഉള്ളിൽ പെട്ടു പോവുകയാണ് പലരും ചെയ്യുക. ആദ്യമൊക്കെ നമ്മൾ എന്താ പറയുക, മാറ്റി വെക്കുക, പിന്നീട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് നീക്കി വെക്കുന്ന കാര്യങ്ങൾ പിന്നീട് നമ്മൾ ഇതിലങ്ങ് വഴുതി വീണ് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക. ഈ ഒരു ടൈമിലാണ് നമ്മൾ നമ്മുടെ ജോബ് അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ചെയ്യേണ്ടതായിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ അതെല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പ്രധാനപ്പെട്ട ഹോബികളെ പോലെയും ഇത് എന്ത് ചെയ്യും, ബാധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ആരെങ്കിലും അവരുടെ ആ ഒരു ലൈഫിൽ ഓവറായിട്ട് ഈ ഒരു ലേസിനെസ് കാണിക്കുകയോ അല്ലെങ്കിൽ ജോലികൾ ഏൽപ്പിച്ച കാര്യങ്ങൾ എന്താ പറയുക കൃത്യമായിട്ട് ചെയ്യാതെ അത് മാറ്റി വയ്ക്കുക, വീട്ടുജോലികൾ മറയ്ക്കുക, അത് മാറ്റി വയ്ക്കുക, ഓരോ ദിവസം കഴിയും തോറും നമ്മൾക്ക് ഡെയിലി ചെയ്യേണ്ടതായിട്ടുള്ള വർക്ക് കൂടുതലായിട്ട് ഇങ്ങനെ വരും. അതായത് മടിയൻ മല ചുമക്കും എന്നുള്ള ആ ഒരു പഴഞ്ചൊല്ല് ഇവിടെ ശരിയായിട്ട് മാറും. നമ്മളിപ്പോൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ വരുമ്പോൾ ഇന്നത്തതും ചെയ്യണം, നാളത്തതും ചെയ്യണം. അത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാളുകളിലാണ്. ഒന്ന് വിദ്യാർത്ഥികളിലും പിന്നെ ജോലി ചെയ്യുന്ന ആളുകൾക്കാണ്. അതായത് പെൻഡിങ് വർക്ക്സ് വരുന്ന സമയത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇത് വലിയൊരു പ്രശ്നമായിട്ട് വരാറുണ്ട്. ഓക്കെ, സോ ഈ പ്രോബ്ലം എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡെയിലി പഠിക്കാനുള്ള കാര്യങ്ങൾ, ദൈനംദിന പഠനങ്ങൾ അവർക്ക് എന്താവും, കുമിഞ്ഞുകൂടാൻ തുടങ്ങും. അതായത് ഓവർ ബേർഡനായിട്ട് ഇതിങ്ങനെ ക്യുമുലേറ്റ് ചെയ്ത് വരാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ദൈനംദിന പഠനങ്ങൾ ഇത് കുമിഞ്ഞുകൂടുമ്പോൾ തങ്ങൾക്ക് എത്രമാത്രം ജോലിയോ പഠനമോ ബാക്കിയുണ്ടെന്ന് അവർ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ അത് വളരെ വൈകും. പിന്നീട് നമുക്ക് ബാക്ക് ടു നമ്മൾ പഠിക്കാനുള്ളത് ചെയ്യാനുള്ള വർക്കിലേക്ക് പോകുമ്പോൾ അത് നമുക്കൊരു വലിയ ഭാരമായിട്ട് തോന്നുകയും അതുവഴി നമ്മളെന്ത് ചെയ്യും, പഠിക്കാൻ മടുക്കും. നമുക്ക് പഠനത്തിന് ഇഷ്ടമില്ലാണ്ടാവും. കാരണം ഇത് കുറേ ഉണ്ടല്ലോ, ഇനി അതൊക്കെ പഠിച്ച് തീർക്കണമല്ലോ എന്നുള്ള ഒരു ടെൻഷൻ വരാൻ തുടങ്ങും. അങ്ങനെയാണ് പലർക്കും പഠനം ഒരു ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഒരു ബേർഡനായിട്ട് മാറുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ലേസിനെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ട ഒരു ടെക്നിക്കാണ് ഡിസിപ്ലിൻഡ് ആവുക, അച്ചടക്കം നേടുക എന്ന് പറയും. ഓക്കെ, അതിൽ നമ്മൾ വെൽ ഡിസിപ്ലിൻഡ് ആയിട്ട് മാറുക, അതിനൊരു കൃത്യമായിട്ടുള്ളൊരു ഡിസിപ്ലിൻ സ്കെഡ്യൂൾ നമ്മൾ തന്നെ നമുക്കുള്ളത് ക്രിയേറ്റ് ചെയ്യുക. എന്തൊക്കെ സംഭവിച്ചാലും അതിൽ നിന്ന് പിന്മാറാതെ അതിൽ ഉറച്ചു നിൽക്കുകയും കൂടി വേണം. അച്ചടക്കം നേടുക എന്നുള്ളത് ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരാളുടെ ലേസിനെസ്സിന്, അലസതയെ മറികടക്കാനുള്ള താക്കോലായിട്ടാണ് അച്ചടക്കത്തിനെ നമ്മൾ കാണുന്നത്. സോ ആഗ്രഹിച്ച ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ചില ശീലങ്ങളോ പെരുമാറ്റങ്ങളോ അത് നിർത്തേണ്ടതായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചൊന്ന് പഠിക്കണം.
നിർത്തുക എന്നല്ലാതെ മറ്റൊന്നും ഇതിനെന്തില്ല, ആവശ്യമില്ല. നമുക്ക് വേണ്ട, അത് നമുക്ക് ഒരു രീതിയിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല, നമ്മൾ ഒരു രീതിയിലും അത് ബെനിഫിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു സ്വഭാവം നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ലേസിനെസ് ആയിട്ടുള്ള, ആ അലസമായിട്ടുള്ള ആ ഒരു കാര്യത്തെ നമ്മൾ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതിപ്പോൾ മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗമാണെങ്കിലും, ടി വി കാണുന്നതാണെങ്കിലും, ഗെയിം ആണെങ്കിലും, എന്താണോ നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് തടസ്സപ്പെടുത്തുന്നത്, ആ ഒരു കാര്യത്തിൽ നിങ്ങൾ അമിതമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒഴിവാക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ പഠിക്കുന്നത് പോലെ തന്നെ ഒരാൾ ചെയ്യേണ്ടത് അവരുടെ ശ്രദ്ധയെ ബാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് നിർത്തുകയും കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുകയും ചെയ്യണം. നല്ല റിസൾട്ട് നേടാൻ സഹായിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകൾ നമ്മളെ കോൺസെൻട്രേഷൻ വല്ലാത്ത രീതിയിൽ ഉപദ്രവമായിട്ട് വരികയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, അത് പഠിക്കുമ്പോൾ നമ്മൾ അവയെ അങ്ങ് മാറ്റി വയ്ക്കുക. പഠിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടുത്തുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ശീലമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, മനഃപൂർവ്വം ഒരു ശ്രമം നടത്തുക, അതിനങ്ങ് മാറ്റി വയ്ക്കുക. ഓക്കെ, ഇതൊരു ശീലമാക്കുന്നത് വിദ്യാർത്ഥികൾ അടുത്ത തവണ പഠിക്കാൻ തുടങ്ങുന്നതിന് തയ്യാറെടുക്കുന്നതിലേക്ക് നയിക്കും. ഓക്കെ, കൂടാതെ ഇന്നത്തെ ഈ ചെറിയ ത്യാഗങ്ങൾ തീർച്ചയായും ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ നമുക്ക് റിസൾട്ട് നൽകും എന്നുള്ളത് നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഇത് എന്നെ കേൾക്കുന്നത് ആരാണെങ്കിലും ഈ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഇന്ന് നിങ്ങൾ എത്ര ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാറ്റി വയ്ക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ത്യാഗത്തിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ വിജയമായി, നിങ്ങളുടെ സക്സസ് ആയിട്ട് നിങ്ങളെ തേടി വരും എന്നുള്ളത് വളരെ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ജീവിതത്തിൽ വിജയിച്ച പലരോടും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ പഠന കാലഘട്ടങ്ങളിൽ ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് അവർക്ക് ഉണ്ടായിരിക്കാം. അതിനെയൊക്കെ അവർ വേണ്ട, എനിക്കിപ്പോൾ അത് ആവശ്യമില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചത് കൊണ്ടൊക്കെ തന്നെയാണ് അവരിപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തി നിൽക്കുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ശല്യപ്പെടുത്തലുകൾ ഇല്ലാതാക്കുക എന്നുള്ളത്. അതായത് പഠന സമയത്ത് ഈ ലേസിനെസ് അല്ലെങ്കിൽ അലസത ഒഴിവാക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്രമാണ് സാധ്യമായ വിധത്തിൽ എല്ലാ തരം ശ്രദ്ധയും ഇല്ലാതാക്കുക എന്നത്. അതായത് വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ വാർത്താ ഫീഡിലൂടെ സ്ക്രോൾ ചെയ്തതിന് ശേഷം പഠന മാനസികാവസ്ഥയിലേക്ക് മടങ്ങുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ, ഫേസ്ബുക്കിൽ, വാട്സപ്പിലൊക്കെ പോയതിന് ശേഷം നമ്മുടെ മൈൻഡ് ബുക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ മൈൻഡിൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ ചിത്രങ്ങൾ, ആ വാക്കുകൾ ഇതെല്ലാം ഇങ്ങനെ നിൽക്കും. അപ്പം നിങ്ങളുടെ മൈൻഡിലേക്ക് പഠനത്തെ ഒന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന കാര്യം മൈൻഡിന് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വിഷയമായിട്ട് മാറും. അപ്പം അതിലേക്കൊന്നും നിങ്ങൾ നിൽക്കരുത്. പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ പഠന സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് ടെലിവിഷനും ഫോണും ഇതെല്ലാം ഓഫാക്കുന്നത് പോലെയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഒരു പ്രധാന കോള് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു കോള് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഫോൺ വൈബ്രേറ്റ് അല്ലെങ്കിൽ സൈലൻറ്റ് മോഡിലേക്ക് എന്ത് ചെയ്യുക, തിരിക്കുക. ക്ലിയർ? സോ അത് മാത്രമല്ല, നിങ്ങളുടെ റൂംമേറ്റുകളോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ അവരൊക്കെ അവിടെ വരികയാണെങ്കിൽ അവരിൽ നിന്നൊരു പ്രൈവസി നിങ്ങൾ എന്ത് ചെയ്യുക, ആവശ്യപ്പെടുക. ഞാൻ പഠിക്കുകയാണ് എന്നുള്ള ഒരു കാര്യം അവരെ അറിയിക്കുക. എല്ലാ തരം അശ്രദ്ധകളും ഇല്ലാതാക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ, അതായത് ഒന്നുകൂടെ ഫോക്കസ് ആവാനും കൂടുതൽ വിജയകരമായി പഠിക്കാനും നിങ്ങളെ സഹായിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധയോട് കൂടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, സമയം കൃത്യമായിട്ട് നിങ്ങൾ ഓരോ കാര്യവും എപ്പോൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ ടൈം ടേബിൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതായത് വിദ്യാർത്ഥികളിൽ നിന്ന് ഈ ഒരു അലസത തുടച്ചു നീക്കുന്നതിനുള്ള മറ്റൊരു ഫലപ്രദമായിട്ടുള്ളൊരു മാർഗ്ഗമാണിത്. നിർദ്ദിഷ്ട ക്ലാസ്സുകൾക്കും മറ്റ് കാര്യങ്ങൾക്കുമുള്ള ഒരു നിശ്ചിത ഒരു ടൈം സ്കെഡ്യൂൾ നിങ്ങൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യുക. ഇത് അവർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി പുരോഗതിക്കുള്ള ഒരു ട്രാക്ക് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്തെടുക്കാനും ഓരോ കാര്യത്തിനും എത്ര സമയം നമ്മൾ മാറ്റി വെക്കണം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഫ്രെയിം ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് സാധിക്കും. അത് ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ഒരുപാട് കാലം നിങ്ങളത് യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം സാധിച്ചെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ഓക്കെ,
നിങ്ങൾക്ക് നിലവിൽ പഠിക്കാനുള്ള കാര്യത്തിൻ്റെ കൂടെ തന്നെ സ്കൂളുകളിൽ നിന്ന് നിങ്ങൾക്ക് അസൈൻമെൻറ്റ്സുകളും പ്രോജക്ട്സുകളും എല്ലാം ഉണ്ടാവും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്ര ടൈം ആവശ്യമുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലിസ്റ്റ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് അതിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി കാലണ്ടർ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രെയിം ചെയ്യുക. ഓരോ ഡേറ്റ്സിലും ഇപ്പോൾ ഒരു ഡേറ്റിലായിരിക്കും എക്സാം ഉള്ള, ഒരു ഡേറ്റിലായിരിക്കും അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്, വേറൊരു ഡേറ്റിലായിരിക്കും പ്രോജക്റ്റ് ഉണ്ടാവുക, ചിലപ്പോൾ എല്ലാം കൂടി ചിലപ്പോൾ ഒരു ഡേറ്റിലേക്ക് വരാം. അപ്പോൾ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്ക് റിമൈൻഡർ വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റഡി കാലണ്ടർ തന്നെ പ്രിപ്പയർ ചെയ്യുക. അത് നിങ്ങളുടെ സ്കൂളുകളിലെ പ്രവർത്തനം അനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഡേറ്റുകളും ആ ഡേറ്റിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കൃത്യമായി മുൻകൂട്ടി ഒരു പ്രയോറിറ്റൈസേഷൻ കൊടുത്തിട്ട് ടൈം ബൗണ്ടഡ് ആയിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ആ സമയത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് കഴിയും. പലരും എക്സാം ഉള്ള ദിവസമായിരിക്കും സ്കൂളിൽ വന്നിട്ട് ഇന്ന് എക്സാം ഉണ്ട് എന്ന് തന്നെ അറിയുന്നത്, അല്ലെങ്കിൽ ഇന്നായിരിക്കും ചിലപ്പോൾ അസൈൻമെൻറ്റ് എന്നാണ് വെക്കുക എന്നൊക്കെ വളരെ അത്ഭുതത്തോടു കൂടി ചോദിക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നാമത് ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ മറന്നു പോകുന്നുണ്ട്. അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വളരെ പ്രീ പ്ലാൻഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ നിങ്ങളല്ല പൊതുവെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പരീക്ഷകൾക്ക് പഠിക്കുമ്പോൾ ധാരാളം നിങ്ങൾ കുറച്ച് എന്താ പറയുക കള്ളത്തരങ്ങളൊക്കെ ചെയ്യാറുള്ളവരുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, അതുകൊണ്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അവരെപ്പോഴും കാണുന്നിടത്ത് സൂക്ഷിക്കുന്നത് ഒരു എന്താ പറയുക ഒരു അവർ നിങ്ങളെന്ത് ചെയ്യും, ചില കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പം ഈ പരീക്ഷ ഉണ്ടെന്ന് ആദ്യം അറിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സോഷ്യൽ സയൻസ് ആണെങ്കിൽ സോഷ്യൽ സയൻസ്, അക്കൗണ്ടൻസി ആണെങ്കിൽ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ് ആണെങ്കിൽ ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ് ആണെങ്കിൽ എക്കണോമിക്സ്, സയൻസ് വിഷയങ്ങളാണ് അത്. അതിലേക്കുള്ള ഒരു ട്രാക്ക് സൂക്ഷിക്കുക എന്ന് പറയും. ഒരു ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിലേക്കുള്ള ഒരു സ്കെഡ്യൂൾ നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അത് നമ്മൾ നിർദ്ദിഷ്ടമായിട്ട് ടൈം ബൗണ്ടഡ് ആയിട്ട് ഇന്ന് നമ്മുടെ ലോകമെമ്പാടുമുള്ള ഒരുപാട് സ്കൂളുകളിൽ അവർ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് ഒരു ടൈം ടേബിൾ വെച്ചിട്ട് പഠിപ്പിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ടൈം ടേബിളിനെ ഒരു ഡിസിപ്ലിൻ്റെ ഒരു മാർഗമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇന്ന ടൈമിൽ നമ്മൾ ഇത് ചെയ്യുന്നു, അതിനുശേഷം ഇത് ചെയ്യുന്നു, അതിനുശേഷം ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുകയും അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് അവരുടെ സ്കൂൾ ലൈഫിൽ മാത്രമല്ല മൊത്തത്തിൽ അവരുടെ ഒരു ലൈഫിൽ തന്നെ അതൊരു വലിയൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാ ദിവസവും പഠനത്തിനായി ഒരു നിശ്ചിത സമയം നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സ്വയം ഒരു അച്ചടക്കവും ഒരു കഠിനാധ്വാനവുമാണ് എന്താ പറയുക, നമുക്കത് കൈവരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. സെൽഫായിട്ട് നമുക്കൊരു മോട്ടിവേഷൻ വരും, എനിക്ക് പഠിക്കണം, എനിക്ക് ജയിക്കണം, എനിക്ക് നേടണം എന്ന് നമുക്ക് സ്റ്റുഡൻസിന്, വിദ്യാർത്ഥികൾക്ക് ഒരു ദൈനംദിന പഠന സ്കെഡ്യൂള് സ്ഥാപിക്കുന്നതിൻ്റെ ഒരു ഏക കാരണം എന്ന് പറയുന്നത് തന്നെ അതാണ്. നമുക്കൊരു സെൽഫ് ഡിസിപ്ലിൻ നമുക്ക് കൈവരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ ദിവസവും ഒരേ നിശ്ചിത കാലയളവിൽ പഠിക്കുന്നത് വളരെ പ്രധാനമാണ്. ഇത് പഠനം ഒരു ശീലമാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. കൂടാതെ ഓരോ പഠന സെഷനും വൈകാരികമായും മാനസികമായും തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഹെൽപ്ഫുള്ളാവും. ഇതൊരാളുടെ ഒരു പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും കാര്യങ്ങൾ നീട്ടി വെക്കുന്നത് ഒഴിവാക്കുന്ന ഒരു സ്വഭാവത്തിലേക്കും വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ചില സിറ്റുവേഷനിൽ നമുക്ക് അപ്രതീക്ഷിതമായ ചില സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവാം. ഓക്കെ, അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഈ പ്ലാനുകൾ അതേപോലെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എങ്കിലും ഓൾമോസ്റ്റ് നമ്മളുടെ എല്ലാ എഫേർട്ടുകളും ഈ പ്ലാന് നല്ല വ്യക്തതയോടുകൂടി പതിവ് പാറ്റേണിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന രീതിയിലായിരിക്കണം. അഥവാ വല്ല അസുഖങ്ങളോ വല്ല പ്രോഗ്രാംസോ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ പാറ്റേണിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് പറ്റണം. അയ്യോ അത് പൊട്ടിപ്പോയല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഈ സ്കെഡ്യൂളിൽ നിന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നേക്കുമായിട്ട് അത് ഉപേക്ഷിക്കരുത്. നമുക്ക് എപ്പോഴാണോ തിരിച്ച് നമ്മുടെ ആ ഒരു പ്രോഗ്രാം അവസാനിക്കുന്നത് അപ്പം തന്നെ നമ്മുടെ ആ ഒരു പാറ്റേണിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ തിരിച്ചുപോക്ക് വളരെ ഒരു വലിയ ബുദ്ധിമുട്ടുകളായിട്ട് മാറും. പിന്നെ അഞ്ചാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇടവേളകൾ എടുക്കുക, ടേക്ക് ഇൻ്റർവെൽസ് എന്നുള്ളതാണ്. അതായത് വായനശാലകൾ ഉണ്ടാവല്ലോ, ഓക്കെ, അതായത് ലൈബ്രറീസ്. അവിടെ ദിവസങ്ങളോളം പുസ്തക കൂമ്പാരത്തിൽ കണ്ണും നട്ടിരിക്കാനോ പരീക്ഷയുടെ തലേ ദിവസം രാത്രി പഠിച്ച് പിറ്റേന്ന് ക്ഷീണിതനാകാനോ ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല.
അതിനാൽ വിദ്യാർത്ഥികൾ അവരുടെ സമയം കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്യാനും പഠന സെഷനുകൾക്കിടയിൽ ചെറിയ ചെറിയ ഇടവേളകൾ എടുക്കാനും പഠിക്കണം. നമുക്ക് നമ്മുടേതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു എൻ്റർടൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ 1 മണിക്കൂർ പഠനത്തിന് ശേഷം ഉദാഹരണമായിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ 15 മിനിറ്റ് ഇടവേള തലച്ചോറിനും ഞരമ്പുകൾക്കും വിശ്രമിക്കാനും ഉന്മേഷം നൽകാനൊക്കെ അത് വളരെ നല്ലതാണ്. ഇപ്പോൾ കൗതുകം ഉണർത്തുന്ന എക്സൈറ്റ് ചെയ്യിക്കുന്ന വാർത്തകൾ വായിക്കുക, പാട്ട് കേൾക്കുക, പുറത്തേക്ക് അല്പനേരം നടക്കുക, അല്ലെങ്കിൽ ഒരു കപ്പ് കാപ്പി കുടിക്കുക, അതൊക്കെ ഇതിൽ പെടും കേട്ടോ. അപ്പോൾ വിശ്രമിക്കുന്നതും അവരുടെ തലച്ചോറിന് ഒരു വിശ്രമം നൽകുന്നതുമായ എന്തോ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷെ അതിൽ തന്നെ ആയി പോകരുത്. തിരിച്ച് നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ള കാര്യം അവിടെ മറന്നു പോകാതെ ആയിരിക്കണം ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ചില ആളുകൾക്ക് ഒരു ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് പഠിക്കാൻ ഒരു മടിയാണ്. ഞാനിന്ന് കുറേ പഠിച്ചു, അപ്പോൾ ഇനി ഫുൾ ഇന്ന് കളിക്കാം, അല്ലെങ്കിൽ ഫോണിൽ കളിക്കാം, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഉണ്ടാവാറുണ്ട്. അതുണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല. നല്ല രീതിയിൽ തന്നെ നമ്മൾ നമ്മുടെ ടൈം യൂസ് ചെയ്തിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ 5 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ 5 കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നോക്കുക. ഇത് നമ്മുടെ ഈ ഒരു സെഷൻ്റെ ഒരു ഫസ്റ്റ് പാർട്ടായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റുഡൻസിന് മോട്ടിവേഷൻ നൽകുന്ന, നിങ്ങളെ ഒത്തിരി ഹെൽപ്ഫുൾ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോസൊക്കെ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും നല്ല രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു ജീവിതം ഉണ്ടാക്കാൻ സാധിക്കട്ടെ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റട്ടെ. അപ്പോൾ വിഷ് യു all the very success for your life, exam and everything, and thank you so much for watching the video.